പ്രേംകുമാർ എന്ന് പറയുന്ന സാധാരണ പ്രേംകുമാർ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. ഒരു ഇടതുപക്ഷ ബുദ്ധിജീവിയാണ്, ഇടതുപക്ഷ സൈദ്ധാന്തികനാണ്. ചാനൽ ചർച്ചകളിലൊക്കെ വന്നിരുന്നിട്ട് എനിക്ക് പ്രേംകുമാർ ഇഷ്ടമാണ്. കാരണം പ്രേംകുമാർ അത്രമാത്രം ഒരു അടിമ കമ്മിയല്ല, വളരെ ജെന്യൂനായിട്ട്, അതായത് ഇടതുപക്ഷമാണ്, ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്നതാണ്, ഇടതുപക്ഷത്തെ അനുകൂലിക്കുന്ന എന്താ പറയുക ഡിബേറ്ററാണ്, ഇടതുപക്ഷത്തിന് വേണ്ടി സംസാരിക്കുന്നയാളാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ മറ്റ് ഈ നമ്മുടെ അരുൺകുമാർ എന്ന് പറയുന്ന PK ഗോപൻ, അങ്ങനെ കുറെ ഈ അടിമകളുണ്ടല്ലോ, അങ്ങനെയുള്ള അടിമവംശത്തിൽപ്പെട്ട ആളല്ല പ്രേംകുമാർ. അങ്ങനെയുള്ള പ്രേംകുമാർ കഴിഞ്ഞ ദിവസം ഒരു 2 ദിവസം മുമ്പ് എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റാണ്. അതിൽ അദ്ദേഹം ചിന്താ ജെറോമിനെ കൃത്യമായി അടയാളപ്പെടുത്തുന്നുണ്ട്. അതെങ്ങനെയാണെന്നറിയോ? അതിന്റെ തലക്കെട്ട്, ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ടായാൽ ചിന്തിച്ച് പിന്നെ സങ്കടപ്പെടാണ്ടിരിക്കാം. എന്താണ്? ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ടായാൽ ചിന്തിച്ച് പിന്നെ സങ്കടപ്പെടാതിരിക്കാം എന്നാണ് തലക്കെട്ട് കേട്ടോ. കുറച്ച് നീണ്ടതാണ്, ഞാനതുകൊണ്ട് അതിൻ്റെ ആദ്യ ഭാഗം ഒന്ന് വിടുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് കിടക്കുകയാണ്. ചിന്താ ജെറോം പ്രസിഡന്റ് ആവുന്നു എന്നതിനെ പറ്റി ചാനലുകളിൽ ചർച്ചകൾ വരെ കണ്ടു. നല്ല കാര്യമാണെന്ന് പറയുന്നത് കേട്ടു മീഡിയ 1. വെട്ടിനിരത്തലോ എന്ന മട്ടിൽ ചോദിക്കുന്നത് കണ്ടു ന്യൂസ് മലയാളം. ഇത് രണ്ടുമല്ലാത്ത വേറൊന്നാണ് എനിക്ക് തോന്നുന്നത്. കേരളത്തിലെ ഇടതുവിരുദ്ധ മീഡിയയ്ക്കും, ശ്രദ്ധിക്കണേ, കേരളത്തിലെ ഇടതുവിരുദ്ധ മീഡിയയ്ക്കും വലതു പാർട്ടിക്കാർക്കും ഏറെ സന്തോഷവും പ്രതീക്ഷയും നൽകുന്നൊരു വാർത്തയാവുമത്. ഈ ഒരൊറ്റ വാചകം കൊണ്ട് തന്നെ പ്രേംകുമാർ പറയേണ്ടതെല്ലാം പറഞ്ഞു വെക്കുന്നുണ്ട്. ചിന്താ ജെറോമിനെ DYFIയുടെ പ്രസിഡന്റ് ആക്കിയാൽ ആർക്കൊക്കെ സന്തോഷമാവുന്ന അറിയോ? ആർക്കൊക്കെയാണ്? കേരളത്തിലെ ഇടതുവിരുദ്ധ മീഡിയക്കും വലതു പാർട്ടിക്കാർക്കും ഏറെ സന്തോഷകരമായിരിക്കും. ആര് വരുന്നത്? ചിന്താ ജെറോം വരുന്നത്. കാരണം ചിന്താ ജെറോം വായ തുറന്നാൽ വിഡ്ഢിത്തങ്ങളെ, പൊട്ടത്തരങ്ങളെ വരുവുള്ളൂ എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇവരെ DYFIയുടെ പ്രസിഡന്റ് ആക്കിയാൽ പിന്നെ ഇടതുപക്ഷ വിമർശകർക്ക്, ഇടതുപക്ഷ വിരുദ്ധർക്ക്, വലതുപക്ഷ മാധ്യമങ്ങൾക്ക് ചാകരയായിരിക്കും, ചാകര അല്ലേ? ഇനി അദ്ദേഹം പറയുന്നു,